അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ നാം മരണം വരേക്കും വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ദാരിദ്ര്യം എന്നുള്ളത്. മരണം വരേക്കും ദാരിദ്ര്യം വരാൻ പാടില്ല. ഒരാൾക്ക് ദാരിദ്ര്യം പിടിപ്പെട്ടാൽ അദ്ദേഹം ഇസ്ലാമിനെ തന്നെ വലിച്ചെറിഞ്ഞ് അന്യമതം സ്വീകരിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. അപ്പോൾ ദാരിദ്ര്യം എപ്പോഴും പേടിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ദാരിദ്ര്യം വരാതിരിക്കാൻ ഒരുപാട് വഴികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു സൂറത്തിനെ പരിചയപ്പെടുത്താം. ഈ സൂറത്തെങ്ങാനും നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മഗ്രിബ് ഇശാഇന്റെ ഇടയിലായി ഈ ഒരു സൂറത്ത് നിത്യവും പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ദാരിദ്ര്യം വരില്ലെന്ന് മഹാന്മാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നമുക്ക് പഠിപ്പിച്ച കാര്യമാണ്. ഏതാണ് ആ സൂറത്ത്? നമുക്കൊക്കെയും അറിയാവുന്ന ചെറിയൊരു സൂറത്ത്, സൂറത്തുൽ വാഖിഅ സൂറത്ത്. ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന സൂറത്ത് നമുക്കൊക്കെയും അറിയാം. ദിവസവും പാരായണം ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ആ സൂറത്ത് ഓതുന്നവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു മഹത്വം, മരണം വരേക്കും സാമ്പത്തികമായ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരില്ലെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഏതാണ് സൂറത്ത്? മുത്തായ തങ്ങൾ പറയുന്നത്, സൂറത്തുൽ വാഖിഅ, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ. ഒരിക്കലും എല്ലാ രാത്രികളിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ദാരിദ്ര്യം വരില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവന് ലഭ്യമാകും, അല്ലാഹു കൊടുത്തിരിക്കും. അദ്ദേഹം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും അല്ലാഹു തആലയുടെ പ്രത്യേകമായ സഹായം ലഭിച്ച് വിജയങ്ങളുടെ കവാടം അവനിക്ക് മുന്നിൽ അല്ലാഹു തുറന്നിട്ട് കൊടുക്കും. ഇത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കണം. പതിവാക്കുന്നവർ ഒരിക്കലും കൈവിടാതെ ജീവിതത്തിൽ അത് പതിവാക്കാൻ, ഇനി വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിടാതെ സൂക്ഷിക്കാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്കൊക്കെയും ഭാഗ്യം തരട്ടെ. സൂറത്തുകളും അതേപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകൾ ജീവിതത്തിൽ പതിവാക്കി ആഖിറവും ദുനിയാവും രക്ഷപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.